കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങൾ ധന്യയുടെ ദൃശ്യങ്ങൾ വൈറലായത്. പ്രത്യേകിച്ചും ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു കൈക്കുഞ്ഞിനെ എടുത്ത് പൂ വിൽക്കുന്നു. ആ കുട്ടി അതിനകത്ത് ഉറങ്ങുകയാണ്. ഒരു അമ്മ പൂ വിൽക്കുന്നു, കൈക്കുഞ്ഞുമായി പൂ വിൽക്കുന്നു. ആ ദൃശ്യങ്ങളാണ് വൈറലായത്. ഏതായാലും ധന്യയുടെ കഷ്ടതകൾ കണ്ടറിഞ്ഞാണ് സുരേഷ് ഗോപി ഈ ഒരു ഉദ്യമത്തിന്, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് പൂ വാങ്ങിക്കാം എന്നേറ്റത്. ഏതായാലും ശ്രീധന്യ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു സുരേഷ് ഗോപി എത്തിയതും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് നടന്നു? അത് ഞങ്ങളുടെ ഒരു വീഡിയോ വൈറലായിണ്ടായിരുന്നു. കുഞ്ഞുവാവനെ എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നത്. അത് ഇതിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോ സുരേഷ് ചേട്ടൻ എന്താന്ന് വെച്ചാൽ ആ വൈറൽ വീഡിയോ കാണാനിടയായി. അങ്ങനെ ഇവിടുത്തെ അതിന്റെ പ്രവർത്തകരെ, BJP പ്രവർത്തകരെ വിളിച്ചിട്ട് ഗുരുവായൂർക്ക് വരുന്നുണ്ട്, അപ്പോ നമ്മളോട് സംസാരിക്കണം, നമ്മളെ കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കണ്ട ഉടനെ തന്നെ മകളുടെ കല്യാണത്തിന് പൂ പറയുകയായിരുന്നു? അങ്ങനെയല്ല, നമ്മള് അന്ന് സുരേഷേട്ടൻ വരണ അന്ന് ഞങ്ങള് പടിഞ്ഞാറ് നടയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ വൺ വേ സീസൺ ആയി കാരണമുണ്ട്, വൺ വേ ഒക്കെ തിരിച്ചു വിട്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ കച്ചവടം തീരെ ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങള് പടിഞ്ഞാറ് നടയിൽ നിൽക്കുമ്പോൾ സുരേഷേട്ടൻ അന്ന് തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഇവിടെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ സുരേഷേട്ടൻ നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ 9 മണിക്ക് അവിടെ പ്രോഗ്രാം ഉണ്ട്, നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടെ ചെന്നപ്പോൾ സുരേഷേട്ടൻ ആ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മോളുടെ കല്യാണമാണ് ഇന്ന ദിവസം. അപ്പോൾ നമുക്ക് അതിനുള്ള പൂവ് 300 മുഴം പൂവ് സാറ് നമ്മളെന്നെ ഏൽപ്പിച്ചത്. അതും വാഴനാരിൽ കെട്ടിയിട്ട് വേണമെന്ന് നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. 300 മുഴമല്ല, ഇപ്പൊ നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം പറഞ്ഞ പൂവ് ചിലപ്പോ ലേഡീസ് അല്ലേ, അപ്പൊ അവർക്ക് എന്തായാലും തികയാതെ വരരുത്, നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. എവിടുന്നാണ് ഈ പൂവ് എത്തിച്ചത്? ഇപ്പോ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയി നോക്കി. ഇപ്പോ തിരുവനന്തപുരത്ത് കുറെ സ്ഥലത്ത് നമ്മൾ പോയി നോക്കി. അപ്പൊ പോയി നോക്കിയപ്പോഴൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളോട് നമ്മൾ ഇന്ന ആൾക്കാണ്, ഇന്ന സുരേഷ് ഗോപി സാറിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളോട് ഒരുപാട് റേറ്റിന്റെ പ്രോബ്ലംസ് വന്നു അവിടെ. അപ്പൊ നമ്മൾ നേരിട്ട് നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ പിന്നീട് ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അഡ്വാൻസ് തന്നു. ഞങ്ങൾ പിന്നെ കോയമ്പത്തൂർ പോയി നേരിട്ട് കണ്ട്, അവിടെ പൂ മാർക്കറ്റിലൊക്കെ പോയി കണ്ട്, അവിടുന്ന് ഒരാളിനായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, അവിടെ ഇപ്പോൾ പറഞ്ഞ് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ അഡ്വാൻസ് കൊടുത്തു. അവര് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ പൂ കേട്ടിട്ട് ഇന്ന് എത്തിച്ചു തരും നമ്മൾക്ക്. ധന്യ എത്ര നാളായി ഇങ്ങനെ പൂ വിൽക്കാൻ തുടങ്ങിയിട്ട് ഗുരുവായൂർ നടയിൽ? ഇപ്പോ ഞങ്ങള് രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു 2-2.5 കൊല്ലം കഴിഞ്ഞു. ഞങ്ങള് കല്യാണം കഴിഞ്ഞ അവിടുന്ന് തുടങ്ങിയിട്ടാണ് നമ്മള് ഈ കച്ചവടം തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന് പെട്ടെന്ന് ഹാർട്ടിന് സുഖമില്ലാണ്ടായി. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലത്തെ ട്രീറ്റ്മെന്റ് ആണ് ചേട്ടന്. അപ്പോൾ അതിന് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരമുള്ള ജോലിക്കൊന്നും ചേട്ടന് പറ്റില്ല. പിന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. അപ്പോൾ 2 ബ്ലോക്ക് തീർത്തിട്ടുള്ളൂ, 3 സ്റ്റെഡ് ഇട്ടുണ്ട്, ഇനി 1 ബ്ലോക്കും കൂടി ഉണ്ട് ഓൾറെഡി. അതിന് ശേഷം 2 പ്രാവശ്യം വീണ്ടും അറ്റാക്ക് വന്നു. അപ്പോൾ തീരെ അങ്ങനത്തെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ഈ ജോലി തന്നെ തുടർന്നുകൊണ്ട് പോവാണ്. എവിടെയാ വീട്? ഗുരുവായൂർ തന്നെയാ? അതെ, ഞങ്ങള് വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അത് ഇതിലിപ്പോ എല്ലാവർക്കും അറിയാം. ഇപ്പോ നമ്മൾ അത് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഏട്ടന്റെ ഈ ഒരു കച്ചവടം അത് നമുക്ക് ഓർഡർ തന്നില്ലേ, അതിനുശേഷം അത് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ ഓർഡർ പറയാൻ എല്ലാത്തിനും. അത് കണ്ടിട്ട് ഞങ്ങളോട് ഇപ്പോ പാലക്കാട് നിന്നുള്ള ഒരു ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഇവിടെ വന്ന് അന്വേഷിച്ച് വന്നിട്ട് ആ ചേട്ടനാണ് ഇപ്പൊ ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് കിഴക്കേ നടയിൽ ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് എടുത്തു തന്നു. ആ ചേട്ടൻ ഒരു 6 മാസത്തെ വാടകയും അഡ്വാൻസും ഒക്കെ ആ ചേട്ടൻ തന്നെ കൊടുത്തു. നമുക്കിനി 1 കൊല്ലത്തിന് അതിന്റെ ഒരു പ്രോബ്ലംസ് ഒന്നും ഇല്ല. ആ ചേട്ടൻ വാടകയൊക്കെ കൊടുത്ത് ഇതാക്കിയിട്ടുണ്ട്. ഈ വാവ ഉറങ്ങുകയാണല്ലോ, പെൺകുട്ടിയാണോ? ആൺകുട്ടി. പേരെന്താ? അനന്തകൃഷ്ണൻ. ഈ നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ കുഞ്ഞിനെയും കൂടെ? അതെ, ഞങ്ങള് ലവ് മാരേജ് ആണ്. ഞാനിപ്പോ വീണ്ടും പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം നമ്മള് ലവ് മാരേജ് ആണ്. അപ്പൊ നമ്മുടെ വീട്ടുകാരൊന്നും സപ്പോർട്ടീവ് ആയിരുന്നില്ല. ഇപ്പോ കുഴപ്പമില്ല, എന്നാലും വീട്ടിൽ വേറെ ആരുമില്ല. ചേട്ടന്റെ അമ്മ ഉണ്ട് ഞങ്ങളുടെ കൂടെ, പക്ഷെ അമ്മ വീണിട്ട് ഇപ്പൊ കിടപ്പിലാണ്, തീരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വാവേനെ കൊണ്ടുവന്ന വരെ നിവൃത്തിയുള്ളൂ നമുക്ക്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെറുതിലേ തുടങ്ങി ഇങ്ങനെ ശീലമായിപ്പോ വേറെ ആരെയും സമ്മതിക്കൊന്നുമില്ല. അപ്പോ നമ്മൾ കൊണ്ടുവരാം.
ഇങ്ങനെ കൊണ്ടുവരുമ്പോ പാലൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരില്ലേ? അത് നമ്മളിവിടെ വഴിയോരത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുമ്പോൾ കുഴപ്പമില്ല. തൊട്ടടുത്ത് അറിയണ ഒരു വേറൊരു മാമുണ്ട്. ആ മാമയുടെ വീട്ടിൽ അവിടെ കയറി ഇരുന്നിട്ട് ചിലപ്പോൾ പാല് കൊടുക്കും ഉണ്ണിക്ക്. പിന്നെ കടകളിൽ നിന്ന് പാലോ എന്തെങ്കിലും സ്നാക്സോ ഒക്കെ വാങ്ങിക്കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, ഏതൊക്കെ പൂക്കളാ സാധാരണ വാങ്ങാറ്? ഈ മുല്ല, വലിയ മുല്ല? മുല്ലപ്പൂ ഉണ്ടാവും. പിന്നെ ഇതുപോലെ അരളി തുളസി, പിന്നെ തുളസിമാല, പിന്നെ മറ്റേ അരിമുല്ല. പിന്നെ ഇത് കുറച്ചൊക്കെ വരുത്തുള്ളൂ. കാരണം ഇതിനാണ് ഏറ്റവും വില കുറവുണ്ടാവുക. അപ്പൊ അത് വരുത്തും. ഇപ്പൊ പറഞ്ഞാൽ മുല്ലയ്ക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ഇന്നത്തെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാല് 70 രൂപയൊക്കെയാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടില് പൊങ്കൽ നടക്കുന്ന കാരണം കൊണ്ട് ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് റേറ്റ് കൂടുതലാണ്. നമുക്ക് സെയിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സുരേഷ് ഏട്ടന് പൂ കൊടുക്കുന്ന ആളല്ലേ എന്നുള്ളത് പറഞ്ഞിട്ട് ചിലവരൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് ആ റേറ്റ് പറഞ്ഞാലും വാങ്ങുന്നുണ്ട്. ചിലപ്പോൾ നമ്മളങ്ങനെ പാവപ്പെട്ടവരൊക്കെ ആകുമ്പോൾ കുറച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കൊടുക്കും. നമ്മൾക്ക് സാധാരണക്കാരുടെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് ആരെയും അങ്ങനെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതെ, ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ സുരേഷിട്ട് നമുക്ക് ആ ഒരു ഓർഡർ തന്നതിന് ശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഭാഗത്ത് നമുക്ക് കച്ചവടം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വേറെ ഭാഗത്ത് പോയി നിൽക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ അവിടെയുള്ള കച്ചവടക്കാർക്ക് സാധിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയുന്നത് നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കച്ചവടം കിട്ടണില്ല, കാരണം നിങ്ങൾ വലിയ വൈറലായ ആൾക്കാരാണ്. അവര് ഇടയ്ക്ക് ഇങ്ങനെ പരിഹസിക്കുന്ന പോലെയൊക്കെയാണ്.